ബേസിന് വേറൊരു നിലയിൽ ഒരു കുറച്ചു പേർക്ക് ഉദാഹരണമാണ്. കാരണം എന്നിപ്പോ ബേസിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ചിട്ട് വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നല്ല സുന്ദര കുട്ടപ്പന്മാരൊക്കെ വരും, വന്നിട്ട് പറയാൻ സാറേ പഠിക്കാൻ അറിയാം, പറയത്ത അറിയാം, മെഡിക്കൽ ചെയ്യാൻ അറിയാം, പെർഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബേസിന്റെ കണ്ടാൽ നമുക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ. ബേസിൽ ബ്രേക്ക് ഡാൻസ് ചെയ്യണ്ട, പറയുകയും ചെയ്യണ്ട, പക്ഷെ ബേസിലെ കാണാൻ നമ്മൾ കാത്തിരിക്കുന്നില്ല. ഇൻഡസ്ട്രി പറഞ്ഞൊരു ഭയങ്കര തമാശയായിട്ട് സ്വപ്നത്തിലുള്ള വീട്ടിലെ ഒരു പുതിയ സിനിമ ചെയ്യുന്ന ആളുകൾക്ക് സത്യമാറ്റി പോയിന്റ് പോകാൻ സൗകര്യം. കാരണം അഥവാ അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ രണ്ടു മക്കളും ഒരു ബസ് പോലും 3 പേരെ കാണിക്കാൻ തന്നെ വീട്ടിൽ. അപ്പൊ അത് വെച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ബലാബല എങ്ങനെയാ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു? അല്ല, എനിക്കത് വലിയ സൗകര്യമായിട്ട് നടക്കുന്നില്ല. കാരണം 2 യുവസമുദായം കൂടി ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ചെറുപ്പമാകും. എന്റെ സിനിമ ഡിസ്കസ് ചെയ്യാൻ തന്നാലും കൂടി കിട്ടുമ്പോൾ ഞാൻ അവരോട് പലപ്പോഴും അത് അവരുടെ സിനിമയിലോ വരുന്നതിന് മുമ്പ് അവരോട് കഥകളൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അവരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കാറുള്ളതാണ്. പിന്നെ അപ്പൊ അത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവരെന്ത് കൂട്ടുകാരെ പോലെയാണ് ഇപ്പം. അപ്പം ബേസിനെ ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് അഖിലിനെയും അനൂപിനെ ഞാൻ കാണുന്നത്. ഒരു മക്കളുടെ അച്ഛൻ എന്നുള്ള ഒരു സ്ഥാനമൊന്നും ഇല്ല. അവര് ചെയ്ത് ചില സിനിമകളിൽ ചിലപ്പം അഖിലിന്റെ പാച്ചവും അത്ഭുതവും നിൽക്കുന്നൊക്കെ കടപ്പുറത്ത് വെച്ചിട്ടുള്ള ആ സംഭാഷണമൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇവൻ അങ്ങനെ എഴുതുന്നത്. അതുപോലെ വരുന്ന വർഷമുണ്ടെങ്കിൽ ലാസ്റ്റ് സുരേഷ് ഗോപിയുടെ പ്രസംഗം അതിനൊപ്പം എഴുതി. അപ്പൊ എനിക്ക് ശരിക്കും ഞാൻ അവരെ പുറത്ത് കാണിച്ചതിന്റെ മുന്നിലാളോട് എനിക്ക് ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ചാൻസ് അന്വേഷിച്ച് വരുന്ന അല്ലെങ്കിൽ കാണാൻ വരുന്ന ആൾക്കാർക്ക് 3 ആൾക്ക് വരെ ചിലപ്പോൾ 4 ആളെ കാണാൻ. അതായത് പ്രിയദർശൻ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരുത്തം വന്ന് കാണാൻ വന്നു. നോക്കുമ്പോ ഞാനുണ്ട്, പ്രിയനുണ്ട്, അനൂപുണ്ട്, അഖിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ലാൽ ജോസും കൂടി കയറി വന്നു. അപ്പൊ 5 പേരൊക്കെ ചിലപ്പോ ഒന്നിച്ച് അവിടെ കാണാൻ സാധിക്കും.